Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്ത് യൂനുസിലെ സൂക്തം 48-49. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقولون متى هذا الوعد إن كنتم صادقين قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله لكل أمة أجل إذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون ويقولون അവർ ചോദിക്കുന്നു മതാ ഹാദൽ വഅദു എപ്പോഴാണ് ഈ ഭീഷണി സംഭവിക്കുകയെന്ന്, ഈ താക്കീത്, ഈ ശിക്ഷ എപ്പോൾ ഉണ്ടാകുമെന്നവർ ചോദിക്കുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഖുൽ, അങ്ങ് പറയുക, ലാ അംലിക്കു, എൻ്റെ അധീനതയിലില്ല, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, ലി നഫ്സി, എനിക്കു തന്നെ, ലറൻ, ദോഷം, വലാ നഫ്അൻ, ഗുണവും, ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലൊഴികെ, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. ലി കുല്ലി ഉമ്മത്തിൻ, ഓരോ സമൂഹത്തിനുമുണ്ട്, അജലുൻ, ഒരു അവധിയുണ്ട്. ഇദാ ജാ അജലുഹും, അവരുടെ അവധി എത്തിയാൽ, എന്നാൽ ഫലാ യസ്തഅഖിറൂന, അവർ പിന്തുകയില്ല, സാഅത്തൻ, അല്പസമയവും, വലാ യസ്തഖ്ദിമൂൻ, മുന്തുകയുമില്ല, സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്തിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആരും മുന്തുകയോ പിന്തുകയോ ഇല്ല. നമ്മൾ സൂറത്തു അഅറാഫിൽ പഠിച്ച 188 സൂക്തം ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കാം. അഅറാഫ് 188 എന്ന് പറയുമ്പോൾ 175 പേജിൽ, 175 പേജിലെ മുകളിലായിട്ട് അവർ, പ്രതിയോഗികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള അറിവ് എൻ്റെ റബ്ബിനാണുള്ളത്, അത് അതിൻ്റെ സമയത്ത് അവൻ നടപ്പാക്കിയിരിക്കും, വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു. അന്ത്യനാൾ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യവും, അതിനെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയില്ല, അത് അള്ളാഹു അതിൻ്റെ സമയത്ത് നടത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 188 ആയത്തിൽ നബിയോട് അവരോട് പറയാൻ ആവശ്യപ്പെടുന്നത്, കുൽ, അങ്ങ് പറയുക നബിയെ, ലാ അംലിക്കു ലി നഫ്സി, ഞാൻ എനിക്ക് അധീനപ്പെടുത്തുന്നില്ല, ലറൻ, നഫ്അൻ വലാ ലറൻ, ഗുണമോ ദോഷമോ ഞാൻ എനിക്ക് വേണ്ടി അധീനപ്പെടുത്തുന്നില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യ അഗോചര കാര്യങ്ങൾ, ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴിച്ച്, അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അത് സംഭവിക്കുമെന്നുള്ളതല്ലാതെ എനിക്കു തന്നെ ഗുണമോ ദോഷമോ വരുത്താൻ എന്നാൽ സാധ്യമല്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യമോ അല്ലെങ്കിൽ അഗോചരമോ അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമായിരുന്നു. വമാ മസ്സനിയ സൂഉ, ഒരു പ്രയാസവും ഒരു തിന്മയും ഒരു ശിക്ഷയും എന്നെ ബാധിക്കുമായിരുന്നില്ല, എനിക്ക് അതിനൊക്കെ ഒഴിഞ്ഞു മാറാമായിരുന്നു. ഇൻ അന ഇല്ലാ നദീർ, ഞാനൊരു താക്കീതുകാരനല്ലാതെ മറ്റാരുമല്ല. വബഷീർ, സുവിശേഷകനും, ലി ഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനത്തിന്. ഏകദേശം അതേ ഒരു ആശയമാണ് ഇവിടെ 49 സൂക്തത്തിൽ വന്നിട്ടുള്ളത്. 48 ആയത്തിൽ വന്നിട്ടുള്ള കാര്യം നമുക്കറിയാം. സൂറത്തു യാസീനിൽ 48 തന്നെ സൂക്തമായി ഇത് വന്നിട്ടുണ്ട്.
വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. സൂറത്ത് യാസീനിലെ 48-ാമതായിട്ട് വന്നിട്ടുണ്ട്, സൂറത്തു സജദയിൽ വന്നിട്ടുണ്ട്, സൂറത്ത് അംബിയായിൽ വന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് വയഖൂലൂന മതാ ഹാദൽ വഅദു, നിങ്ങൾ പറയുന്ന ആ താക്കീത്, വഅദ് എന്ന താക്കീത് ചില സന്ദർഭത്തിൽ ഭീഷണി അല്ലെങ്കിൽ ശിക്ഷ. ഈ താക്കീത് നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ചാണല്ലോ. എന്താണ് നബി അവരോട് പറയുന്ന താക്കീതും ശിക്ഷയും, അല്ലെങ്കിൽ ശിക്ഷയെ സംബന്ധിക്കുന്ന താക്കീത് എന്തായിരുന്നു? ഒന്ന്, നിങ്ങൾ ഇങ്ങനെ ദൈവനിഷേധികളും മതവിരോധികളും ഖുർആനിൻ്റെ എതിരാളികളും എൻ്റെ പ്രതിയോഗികളുമൊക്കെയായി ശത്രുപക്ഷത്ത് നിലകൊള്ളുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ ദോഷം ചെയ്യും. ദുനിയാവിൽ തന്നെ അള്ളാഹു നിങ്ങളെ ചിലപ്പോൾ പിടികൂടി ശിക്ഷിച്ചേക്കും. പൂർവികരുടെ ഉദാഹരണങ്ങൾ ഒരുപാട് അദ്ദേഹം ഓതി കൊടുക്കാറുണ്ട്. ഇനി ദുനിയാവിൽ നിങ്ങളെ അവൻ വെറുതെ വിട്ടു എന്ന് വിചാരിക്കുക, എന്നാൽ പരലോകത്ത് അവൻ പിടികൂടാതിരിക്കുകയില്ല. പരലോകം എന്നും പറയുന്ന ഒരു യാഥാർത്ഥ്യം സംഭവിക്കാനിരിക്കുന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ വിവരം അറിയുക അള്ളാഹുവിനാണ്. കാരണം എനിക്ക് ഗൈബ്, അദൃശ്യം അറിയില്ല. അത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനാണ് അറിയാം. അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. വയഖൂലൂന മതാ ഹാദൽ വഅദ്. പല സന്ദർഭങ്ങളിൽ സൂറത്ത് അംബിയായിൽ ഞാൻ പറഞ്ഞില്ല, സൂറത്ത് അംബിയായിലുണ്ട്, മുൽക്കിലും വന്നിട്ടുണ്ട്. മുൽക്കിൽ നമ്മൾ സാധാരണ ഓതുന്നതാണ്. സൂറത്ത് മുൽക്കിലും വന്നിട്ടുണ്ട്, പല പ്രാവശ്യം സൂറത്ത് യാസീനിലും വന്നിട്ടുണ്ട്. അപ്പം വയഖൂലൂന മതാ ഹാദൽ വഅദു, എപ്പോഴാണ് അത് സംഭവിക്കുക? ഈ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. എന്നാൽ അതുകൊണ്ട് വരട്ടെ, അതുകൊണ്ട് കൊണ്ടുവരൂ, അല്ലെങ്കിൽ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നതാണെങ്കിൽ, പറയുന്നതിൽ വല്ല വസ്തുതയുമുണ്ടെങ്കിൽ, പറയുന്നത് വസ്തുനിഷ്ഠമായിട്ടാണെങ്കിൽ, പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെയാണെങ്കിൽ അതിങ്ങോട്ട് വരട്ടെ എന്നാൽ, അല്ലെങ്കിൽ എപ്പോഴാണ് വരിക എന്നെങ്കിലും പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറയുന്ന മറുപടി അള്ളാഹു പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്, ഖുൽ, അങ്ങ് പറയുക, ലാ അംലികു ലി നഫ്സി ലർറൻ വലാ നഫഅൻ, എനിക്കൊരു ഗുണമോ ദോഷമോ എൻ്റെ അധീനതയിൽപ്പെട്ടതല്ല. അതൊക്കെ എൻ്റെ നാഥൻ തീരുമാനിക്കുന്നതാണ്. ഞാൻ പറയുന്നത് എൻ്റെ വകയായുമല്ല. എനിക്കു തന്നെ ഗുണമോ ദോഷമോ സംഭവിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഗുണം മാത്രം ഉണ്ടാകണം, ദോഷമുണ്ടാവരുത് എന്നതൊന്നും എൻ്റെ അധീനതയിൽപ്പെട്ട കാര്യമല്ല. മലക്ക യംലിക്കു, മുൽക്ക്, മിൽക്ക്. മുൽക്ക് പറഞ്ഞാൽ അധികാരം എന്ന, മലിക്ക് എന്നൊക്കെ അതിനുണ്ടായ അധികാരി. മിൽക്ക് പറഞ്ഞാൽ അധീനത എന്ന, മിൽക്ക്. എൻ്റെ അധീനതയിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ എൻ്റെ അധികാരത്തിൽപ്പെട്ടതല്ല, എൻ്റെ കഴിവിൽപ്പെട്ടതല്ല. ലർറൻ, ദോഷമണക്കുക എന്നുള്ളത്, വലാ നഫ്അൻ, അല്ലെങ്കിൽ ഗുണമുണ്ടാക്കുക എന്നുള്ളത്, എനിക്കു തന്നെ ദോഷമുണ്ടാകാനോ എനിക്കു തന്നെ ഗുണമുണ്ടാകാനോ എന്നാൽ സാധ്യമല്ല. എന്നിട്ടല്ലേ നിങ്ങളോട് ഭീഷണിപ്പെടുത്തപ്പെട്ട ഈ ശിക്ഷ അതെപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇല്ലാ മാഷാ അല്ലാഹ്, അതൊക്കെ അള്ളാഹിൻ്റെ മശീഅത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യത്തിലും തീരുമാനത്തിലും പെട്ടതാണ്. അവൻ്റെ അവകാശത്തിലും അധികാരത്തിലും പെട്ടതാണ്. ഞാൻ അവൻ്റെ ഒരടിമ മാത്രം. അവന് നിങ്ങളോട് പറയാനുള്ളത് എന്നിലൂടെ നിങ്ങളെ കേൾപ്പിക്കുക. അതുതന്നെയും അവൻ എന്നോട് നേരിട്ട് പറയുന്നതല്ല. അവൻ അവൻ്റെ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന എനിക്ക് വഹീ നൽകിയിട്ട് ഞാൻ അതില്ല. അതില്ലാത്തൊരു കാര്യം പ്രവാചകൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യാത്ത, അല്ലെങ്കിൽ എൻ്റെ അധികാരത്തിൽ പെടാത്ത, എൻ്റെ ഒരു കഴിവിൽ പെടാത്ത ഒരു കാര്യം ഞാൻ വലിയ വമ്പ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ടവനാണെന്ന് വരുത്തി തീർക്കുക, അത് പ്രവാചകൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ അധികാരം എനിക്കുണ്ടെന്നോ, അള്ളാഹു എന്നെ ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നോ അതൊന്നും അദ്ദേഹം പറയുന്നില്ല. അള്ളാഹു ഏൽപ്പിച്ചത് പറയും. അല്ലെങ്കിൽ ഞാൻ നാളെ പറഞ്ഞുതരാമെന്ന് പോലും, അദ്ദേഹം അങ്ങനെ നാളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞൊരു കാര്യം മൂസാ നബിയുടെ കഥ നമ്മൾ സൂറത്ത് അൽ കഹ്ഫിൽ വായിക്കാറുണ്ട്. അങ്ങനെ പോലുമില്ല. അപ്പോൾ അതൊന്നും എൻ്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ടതല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യത്തിലും തീരുമാനത്തിലും അധികാരത്തിലും അവകാശത്തിലും പെട്ടതാണ്. ഈ കുല്ലി ഉമ്മത്തിന്, എനിക്ക് ഇത്രേ പറയാൻ കഴിയാം, ഈ കുല്ലി ഉമ്മത്തിന്, ഓരോ സമുദായത്തിനുമുണ്ട് അജലും ഒരവധിയുണ്ട്. അത് നശിച്ചു പോകാൻ, അത് തകർന്നു പോകാൻ, അത് ഇന്നും പ്രസക്തമാണ്. ഓരോ ജനവിഭാഗത്തിന്, ഓരോ രാജ്യവിഭാഗത്തിന്, അല്ലെങ്കിൽ ഓരോ സംസ്കാര വിഭാഗത്തിന് എത്രയോ നമ്മൾ പറയാറില്ലേ, നശിച്ചുപോയ സംസ്കാരങ്ങൾ എന്ന് പറയാറുണ്ട്. അന്നൊരു ജനവിഭാഗം ഉണ്ടായിരുന്നല്ലോ, അവർ നയിച്ചിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഇന്നതൊക്കെ എവിടെയാണ്? ഇന്നതൊക്കെ എവിടെ പോയി? അതൊക്കെ നമ്മൾ നാവ് കൊണ്ട് പറയുന്ന ചരിത്രമായി മാറി. ഇങ്ങനെ നിങ്ങളും
നിങ്ങളുടെ നിലപാടിൽ തന്നെ തുടരുകയാണെങ്കിൽ ചരിത്രമായി മാറും. ഇന്ന് നമ്മൾ പറയാറില്ലേ പടമായി മാറും എന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപകടത്തിൽപ്പെടും, മരണം സംഭവിക്കുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത് നിങ്ങൾ ചരിത്രമായി മാറും. അങ്ങനെ അത് ഏത് രാജ്യമായിരുന്നാലും ഏത് വൻശക്തികളായിരുന്നാലും അത് അവസാനം അവർക്കൊരു അവധി ഉണ്ടാകും. ആ അവധി എത്തിയാൽ അത് തകരും. അത് ഇന്നും പ്രസക്തമാണ്. ലിക്കുല്ലി ഉമ്മത്തിന്, ഓരോ ജനവിഭാഗത്തിനുമുണ്ട്. ഉമ്മത്ത് നമ്മൾ നല്ല വിശദീകരിച്ചിട്ടുണ്ടത്. അജലും എന്ന് പറഞ്ഞാൽ അവധീന. ഇതാ ജാ അജലുഹും, അവരുടെ അവധി വന്നെത്തിയാൽ ഫലാ യസ്തഅഖിറൂന സാഅത്തൻ, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കിടക്കൂല. ഇസ്തഖർ പറഞ്ഞാൽ പിന്തിപ്പോവാൻ, ആ സമയത്തിൻ്റെ ആ നിമിഷത്തിൻ്റെ അപ്പുറത്ത് പോകില്ല. അത് അല്ലാഹു തആല അവരെ നശിപ്പിച്ചിരിക്കും. അതൊരു പക്ഷേ ബോംബുകളെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മിസൈലുകളെ കൊണ്ടായിരിക്കും. നിലനിൽക്കാൻ അർഹതയുള്ളതിന് അല്ലാഹു നിലനിർത്തും, നിലനിൽക്കാൻ അർഹതയില്ലാത്തതിന് അല്ലാഹു തകർക്കും. അങ്ങനെ ഒരുപാട് സാമ്രാജ്യങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് ഭരണ സംവിധാനങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, ഒരുപാട് സംസ്കാരങ്ങൾ നാമാവശേഷമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നു അത്രയെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം വായിക്കുക. അപ്പം ഇന്ന് അഹന്ത നടിച്ചുകൊണ്ടിരിക്കുന്ന വൻശക്തികളും വൻ സാമ്രാജ്യങ്ങളുമൊന്നും ഇത് ലോകാവസാനം വരെ തങ്ങളുടേത് തന്നെയായിരിക്കും എന്ന് ധരിക്കേണ്ടതില്ല എന്നൊരു സൂചന കൂടി. ഖുറൈശികളാണല്ലോ അവിടുത്തെ പ്രതാപികൾ, ഉഗ്രപ്രതാപികളാണ് അവർ. അവരോടാണ് ഈ പറയുന്നത് ഫൈദാ ജാ അജലുഹും. അങ്ങനെ ഇദാ ജാ അജലുഹും, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ അവധി വന്നെത്തിയാൽ ഫലാ യസ്തഅഖിറൂന, അവർ പിന്തിക്കുകയില്ല, അല്ലെങ്കിൽ പിന്തുകയില്ല. ഇസ്തഖറ പിന്നോട്ട് പോകുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുക എന്നർത്ഥം. സായത്തിന് നമ്മൾ വാർത്ത പറഞ്ഞിട്ട് അന്ത്യനാളിന് വരും. അസായത്തു എന്ന് പറഞ്ഞാൽ സമയം, വാച്ച്, അല്പസമയം എന്നൊക്കെ അതിന് വരുന്നതാണ്. അല്പസമയം പോലും അല്ലെങ്കിൽ നിമിഷാർദ്ധം പോലും അവർ പിന്തുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, മുന്തുകയുമില്ല, അതിൻ്റെ മുമ്പാവില്ല. മരണം തീരുമാനിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്കോ അതിൻ്റെ അപ്പുറത്തേക്കോ, നാശം തീരുമാനിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആവില്ല. അപ്പോൾ മനുഷ്യൻ വ്യക്തിപരമായും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയാറില്ല അകാല മരണം പ്രാപിച്ചു, അകാല ചരമമടഞ്ഞു എന്നൊക്കെ പറയാറ്. ഇതൊരു ശരിയായ പ്രയോഗമേ അല്ല. അങ്ങനെ അകാലത്തിലൊന്നും ആരും മരിക്കൂല, കാലത്തിലാണ് മരിക്കുക. ഓരോരുത്തർക്കും നിശ്ചയിച്ച അവധി, ഓരോരുത്തർക്കും നിശ്ചയിച്ച അന്നം, ഓരോരുത്തർക്കും നിശ്ചയിച്ച വെള്ളം, അത് ഒരു വറ്റ് പോലും ബാക്കിയാവാതെ കഴിച്ചതിന് ശേഷം, ഒരു ഇറക്ക് വെള്ളം പോലും ബാക്കിയാക്കാതെ കുടിച്ചതിന് ശേഷമേ മരിക്കൂ. നമുക്കിവിടെ നിശ്ചയിച്ച ശ്വാസത്തിൻ്റെ അവസാനത്തെ അളവ് അതുപോലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മരിക്കുള്ളൂ. അത്രയേ ഉള്ളൂ കണക്കാക്കിയത്. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ പത്രക്കാർ പറയുന്ന മാതിരി അകാല ചരമം പ്രാപിച്ചു എന്നോ അകാല മരണം വരിച്ചു എന്നുള്ള പ്രയോഗമേ ശരിയല്ല. എല്ലാം അല്ലാഹു നിശ്ചയിച്ച കണക്കനുസരിച്ച്, അത് വ്യക്തികളായിരുന്നാലും സമുദായമായിരുന്നാലും സാമ്രാജ്യങ്ങളായിരുന്നാലും അള്ളാഹു നിശ്ചയിച്ച ഒരവധി വരെ നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ഫലാ യസ്തഅഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ, മുന്നോട്ടോ പിന്നോട്ടോ ഉണ്ടാവുകയില്ല. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. വയഖൂലൂന, അവർ അന്വേഷിക്കുന്നു, അവർ ചോദിക്കുന്നു, മതാ ഹാദൽ വഅദു, ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ താക്കീത് എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അവർ അന്വേഷിക്കും. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അത് നബിയെയും കൂട്ടരെയും പരിഹസിക്കുന്നതിന് വേണ്ടി അവർ വെല്ലുവിളിക്കുകയാണ്. കുറേ കാലമായാലും പറയാൻ തുടങ്ങിയിട്ട്. ഇനി എപ്പോഴാ സംഭവിക്കട്ടെ, ഞങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നു, അള്ളാഹു ധിക്കരിക്കുന്നു, പ്രവാചകനെ തള്ളിക്കളയുന്നു, ഖുർആനെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആ ശിക്ഷ അങ്ങോട്ട് വരട്ടെ എന്നവർ ചോദിക്കും. അത് എപ്പോഴാണെന്ന് അവർ ചോദിക്കും. ഖുൽ നബി, അങ്ങ് പറയണം, ലാ അംലിക്കു ലി നഫ്സി ദർറൻ വലാ നഫഅ, എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ഗുണമോ ദോഷമോ വരുത്തുക സാധ്യമല്ല. അതെൻ്റെ അധികാരത്തിലോ എൻ്റെ കഴിവിലോ പെട്ടതല്ല, എൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല. ഇല്ലാ മാഷാ അള്ളാഹ്, അള്ളാഹ് നിശ്ചയിച്ചതല്ലാതെ, അള്ളാഹ് തീരുമാനിച്ചതല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. ഷാ, നമ്മൾ ഇൻഷാ എന്നൊക്കെ പറഞ്ഞ ഇൻഷാ അള്ളാഹ്, മാഷാ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ അതന്നെ ഷാ. ലിക്കുല്ലി ഉമ്മത്തിൻ അജലിൻ, ഒരു സമുദായത്തിന് ഒരു അവധി അള്ളാഹ് കൊടുത്തിരിക്കും. ആ അവധി വരെ എന്തായാലും മുന്നോട്ട് പോകും. അതിൻ്റെ മുന്നിക്കും ആവില്ല, അതിൻ്റെ പിന്നിക്കും ആവില്ല. ഓരോ സമുദായത്തിനും അള്ളാഹ് നിശ്ചയിച്ചൊരു അവധിയുണ്ട്. അതുവരെ അവരുടെ ധിക്കാരവും അവരുടെ താന്തോന്നിത്തവും അവരുടെ തോന്യാസവും അവരുടെ മാത്സര്യവും അവരുടെ ആക്രമണവും നിലനിന്ന് പോകും. അത് കഴിഞ്ഞാൽ ഇദാ ജാ അജലുഹും, അങ്ങനെ അവരുടെ അവധി വന്നു കഴിഞ്ഞാൽ ഫലാ യസ്തഅഖിറൂന സാഅത്തൻ, ഒരു നിമിഷം പോലും അവർ പിന്തുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, മുന്തുകയുമില്ല, മുന്നിലാവുകയുമില്ല, പിന്നിലാവുകയുമില്ല അവരുടെ നാശം. ഇതാണ്
ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആവശ്യപ്പെട്ടതിൻ്റെ കൃത്യമായ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച അവൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവണം. അല്ലാഹ് നീ ഇഷ്ടപ്പെട്ട വിധത്തിൽ നീ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഖുർആൻ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പരമാവധി ജീവിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും പോരാകണം. ആയ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളെ എന്നും നിൻ്റെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب